എല്ലാവർക്കും നമസ്കാരം. ഞാൻ നളിനാക്ഷൻ വയനാട്ടിൽ നിന്നാണ്. രാവിലെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുക. ശബ്ദത്തിലുണ്ടാകുന്ന പോരായ്മകൾ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണാൻ പോകുന്നത് 2017. അന്ന് സാറിൻ്റെ കൺസൾട്ടൻ്റ് ഫീസ് 3000 രൂപയായിരുന്നു. അന്ന് ഞാനും എൻ്റെ ഭാര്യയും ഭാര്യയുടെ വല്യമ്മയുടെ മകളും ഒന്നിച്ചാണ് കാണാൻ പോയത്. ഞങ്ങളുടെ കാര്യം നോക്കിയിട്ട് സാറ് പറഞ്ഞു, പൂജാതി കർമ്മങ്ങളിലൂടെ മാത്രമേ ഈ ദോഷങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഉടനെ പെട്ടെന്നൊരു പൂജ അസാധ്യമായിരുന്നു. അപ്പോൾ സാറ് ഞങ്ങൾക്ക് ഏലസ് തരികയും അത് ധരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. സാറ് പറഞ്ഞതുപോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് 2020 ജനുവരി മാസം പൂജ നടത്താനുള്ള ഭാഗ്യം കിട്ടി. പൂജയൊക്കെ നടത്തി. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറഞ്ഞോട്ടെ, സാറിനെ കാണാൻ, സാറിനെ കണ്ടുമുട്ടാൻ ഞാൻ ഒരുപാട് താമസിച്ചു പോയി. സാറ് ഓരോ വീഡിയോകളും പറയുന്നത് പോലെ നല്ല സമയങ്ങളൊക്കെ മറ്റുള്ള കുപ്പകളെ കാണുകയും പാരമ്പര്യവാദി കാണുകയും ഈ പാരമ്പര്യവാദികളുടെയൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയി സമ്പത്തും സമയവും നഷ്ടപ്പെട്ട് സാറിൻ്റെ മുന്നിൽ പെടുന്നത് നല്ല സമയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. പൂജ നടത്തി അതിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റി. നല്ല കുടുംബജീവിതത്തിൻ്റെ അന്തരീക്ഷങ്ങളൊക്കെ മൊത്തത്തിൽ മാറി. എൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വാസ്തുവാണ്. ഇപ്പോൾ സാറ് ഇപ്പം പറയാറുണ്ടല്ലോ, ഈ വാസ്തു ക്ലിയർ ചെയ്തതിന് ശേഷമേ പൂജ ഡേറ്റ് കൊടുക്കൂ എന്നുള്ളത്. അന്ന് അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് പൂജയ്ക്ക് ശേഷം വാസ്തു നടത്തിയാൽ മതി എന്നുള്ള ധാരണയില്ല പൂജയൊക്കെ നടത്തി. അപ്പം വാസ്തു നടത്താത്ത ദോഷങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പം ഞാനും തീരുമാനിച്ചത് വീടും വസ്തുവും കൂടെ വിറ്റിട്ട് സാറിൻ്റെ തന്നെ വാസ്തു ആചാര്യനെ വിളിച്ചു വരുത്തി പുതിയ സ്ഥലം വാങ്ങുകയും അങ്ങനെ തന്നെ വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ വസ്തുവും വീടും വിൽക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് സാറ് അതിനുള്ള ക്രിയകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം ഞാനിപ്പോൾ ഇനി ചെയ്യാമെന്ന് വെച്ചാൽ, എൻ്റെ 2 പെൺമക്കളെ മൂത്ത മകളെ അയച്ചതാണ്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് എൻ്റെ മകളെയും ഭർത്താവിനെയും സാറിൻ്റെ മുന്നിൽ എത്തിക്കണം. അവർക്ക് വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ നേരത്തെ ചെയ്യണം. എൻ്റെ അനുഭവം, അല്ലെങ്കിൽ എൻ്റെയും വൈഫിൻ്റെയും ഞങ്ങളുടെ അനുഭവം അവർക്കൊരിക്കലും ഉണ്ടാകരുതെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തത്. അപ്പോൾ അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മുടെ കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് അവരുടെ മക്കളെയൊക്കെ ഇതുപോലെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെയും എത്രയും പെട്ടെന്ന് തന്നെ സാറിൻ്റെ മുന്നിൽ എത്തിപ്പിക്കണം. കാരണം അവർ വേറെ കുടുംബമാണല്ലോ. അപ്പോൾ അവരെ എത്തിപ്പിക്കണം. അവരുടെ ദോഷങ്ങളൊക്കെ നേരത്തെ തന്നെ സാറിൻ്റെ അനുഗ്രഹ ആശംസകളോടുകൂടി അതൊക്കെ മാറ്റിയെടുക്കണം. അങ്ങനെ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവരുടെ തലമുറകൾക്കും അതിൻ്റെതായ ഗുണം കിട്ടണം. അങ്ങനെ വരും തലമുറകളെല്ലാം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം. നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന ഒരു ദോഷങ്ങളോ കഷ്ടതകളോ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാതെ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുള്ള ശ്രമവും ശ്രദ്ധയും എല്ലാവരിലും ഉണ്ടാകണമെന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വൈഫിൻ്റെ വല്യമ്മച്ചിയുടെ മകളും കൂടെ വന്ന കാര്യം സാറിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് സാറിനെ കണ്ട്, അപ്പം ഞങ്ങളിരിക്കെ തന്നെയാണ് ചേച്ചി സാറിനെ കാണുന്നത്. അപ്പം സാറ് ചേച്ചിയോട് പറഞ്ഞു, സാറ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ദോഷങ്ങളൊക്കെ മാറ്റണം.
അതിന് എത്രയും പെട്ടെന്ന് തന്നെ പൂജകൾ ചെയ്യണമെന്ന് സാറ് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നു. അപ്പം ഒന്നുകൂടെ പറഞ്ഞ് ഇവിടെ ഇപ്പോൾ പൂജകൾക്കൊക്കെ എല്ലാം പിന്നെ ഫില്ലാണ്. പക്ഷെ നമുക്കിത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു പൂജയാണ്. നിങ്ങൾക്ക് വേണ്ടി അത് മാറ്റി വെക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അത് എമർജൻസി ആയിട്ട് തന്നെ ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ ഈ അഡ്രസ്സല്ല നിങ്ങൾ അഡ്വാൻസ് തുക, അത് എത്ര തുകയാണെന്ന് പോലും സാറ് പറഞ്ഞില്ല, അയക്കണമെന്നും പറഞ്ഞ് സാറ് തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സാറിന് എത്ര മാത്രമല്ലേ സാറിന് ചെയ്യാൻ പറ്റൂ? ചെയ്യേണ്ട കാര്യം നമ്മളല്ലേ. അന്ന് സാറ് നിർബന്ധപൂർവ്വം അത് പറയുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പുറത്തിറങ്ങി അപ്പോൾ ചേച്ചി പറഞ്ഞ് ഇതുപോലെ എനിക്ക് പൂജ ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട്. പക്ഷേ ചേച്ചിയുടെ വീട്ടിൽ മകനുമുണ്ട്. ചേച്ചി മകനും മാത്രമേ ഉള്ളത്. മകനാണെങ്കിൽ ചേച്ചി ഞങ്ങളുടെ കൂടെ ഇതുപോലെ വന്നത് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് പ്രധാന കാരണം അദ്ദേഹം അടുത്ത് തന്നെയുള്ള നമ്മുടെ പത്തനംതിട്ടയുള്ള ഒരു ജ്യോത്സ്യനായിട്ട് വളരെ ആ ജ്യോത്സ്യൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം താല്പര്യമുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചേച്ചിക്ക് ഈ പൂജ നടത്താൻ നിർവാഹമില്ല. പൈസയുടെ കാര്യത്തിൽ ഒരു പൂജയല്ല, 1000 പൂജ ഒന്നിച്ച് നടത്താനുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ചേച്ചിയാണ്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? മകൻ്റെ അനുവാദം ഇല്ലാതെ നടക്കത്തതുമില്ല. അങ്ങനെയാണ് ചേച്ചിയുടെ നേരം നിലപാട്. അപ്പോൾ അതിനുശേഷം അത് ഞങ്ങൾ ആ വിഷയം അങ്ങ് വിട്ടു. അതിന് 2017 സാർ ഇത് പറയുന്നു. പിന്നീട് 2019 ആകുമ്പോഴത്തേക്കും ചേച്ചിക്ക് അസുഖമായി. കാഴ്ചയില്ല, ഒരു അസുഖ രോഗിയായിട്ട് മാർക്കും പറയാൻ പറ്റത്തില്ല. അത്ര ആരോഗ്യമുള്ള ചേച്ചിയായിരുന്നു. മറ്റ് വലിയ അസുഖങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളല്ലായിരുന്നു ഈ ചേച്ചി. പക്ഷേ ചുമകളൊക്കെ വരുമായിരുന്നു, മരുന്ന് മേടിക്കും, അങ്ങനെ മാറും. അങ്ങനെ വീണ്ടും വീണ്ടും ചുമകളൊക്കെ വന്നപ്പോൾ ഏതോ ഡോക്ടർമാർ പറഞ്ഞ് നമുക്കൊരു പരിശോധനയൊക്കെ നടത്താം. അങ്ങനെ പരിശോധനയ്ക്കൊക്കെ വിട്ടു. റിസൾട്ട് വന്നപ്പോൾ അറിയുന്നത് ചേച്ചിക്ക് വളരെ മോശമായ രീതിയിൽ ക്യാൻസർ ബാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ ചേച്ചി എറണാകുളത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ഒരുപാട് ചികിത്സയൊക്കെ നടത്തുകയും ചെയ്തു. അങ്ങനെ അവിടെ ഉള്ള ചികിത്സയ്ക്ക് ചിലവായെന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. കാരണം 1 മാസം 1.5 മാസമൊക്കെ അവിടെ കിടന്നിട്ടുണ്ട്. ഒരുപാട് ലക്ഷങ്ങൾ അവിടെ ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വരും, കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും ഈ ടെസ്റ്റും അതുമൊക്കെ ആയിട്ട് അവിടെ തന്നെ പോയി സ്റ്റേ ചെയ്യും. പുറത്ത് റൂം എടുത്തൊക്കെയാണ് വേറെ ആൾക്കാർ താമസിക്കുന്നതൊക്കെ. അങ്ങനെ ഭീമമായ തുകകളൊക്കെ ചിലവാക്കി. എത്രയൊക്കെ ചിലവാക്കിയെങ്കിലും ഞാൻ ഏറെ ദുഃഖത്തോട് പറയട്ടെ, 2019 സെപ്റ്റംബർ മാസം ചേച്ചി ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് നമ്മുടെ ഗുരുനാഥൻ, നമ്മുടെ സാറ് വളരെയേറെ നിർബന്ധിച്ച് പറഞ്ഞതാണ് പൂജ നടത്തണമെന്ന്. ഞങ്ങൾക്കും സത്യത്തിൽ ഇന്ന് ചിലപ്പോഴൊക്കെ ഒരു കുറ്റബോധമോ വിഷമോ തോന്നാറുണ്ട്. ഒരു പക്ഷേ നമ്മൾ കർശനമായ നിലപാടെടുത്തിരുന്നെങ്കിൽ, പക്ഷെ അങ്ങനെ ചിന്തിച്ചാലും അത് നടക്കില്ലായിരുന്നു. കാരണം മകൻ്റെ നിയന്ത്രണമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്കൊക്കെ സ്വന്തമായിട്ട് തന്നെ പോകാൻ പരിമിതിയുണ്ട്. അപ്പം പിന്നെ ഒരാളുടെ കാര്യത്തിൽ എങ്ങനെ നമുക്ക് പരിമിതി വിട്ട് ഇടപെടാൻ പറ്റും? എന്തോ സാറിൻ്റെ ഉപദേശമോ സാറിൻ്റെ ആ ഒരു നിർദ്ദേശമൊന്നും കേൾക്കാൻ ചേച്ചിക്ക് തയ്യാറാകാൻ പറ്റിയില്ല. അങ്ങനെ ചേച്ചി അങ്ങ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അപ്പോൾ ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പൂജകൾ നടത്തണം എന്ന് സാറ് ഇതുപോലെ കർശനമായിട്ട് ആരോടെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, പൂജ നടത്തണം, അതിൽ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം. എത്രയും പെട്ടെന്ന് താമസിച്ച് പോകാത്ത രീതിയിൽ എല്ലാവരും പൂജ നടത്താൻ എങ്ങനെയെങ്കിലും തയ്യാറാക്കണം എന്നുള്ളതാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. ഇതിലെ എല്ലാ അംഗങ്ങൾക്കും, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. എപ്പോഴും ഞാൻ സാറിനെ ഓർക്കുന്നു. എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്തേ.